Next question നോക്കാം. Let P x1 y1 q x2 y2 be two distinct points on the ellipse x square by 9 plus y square by 4 is equal to 1 such that y1 greater than 0 y2 greater than 0. അതായത് y coordinate പോസിറ്റീവ് ആവുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. C denotes the circles x square plus y square equal to 9. അത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാണ് അതിന്റെ ഓക്സിലറി സർക്കിൾ ആണ്. M be the point 3,0. M 3,0 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഒരു വെർട്ടെക്സ് ആണ്. സപ്പോസ് ദ ലൈൻ x is equal to x1. അപ്പൊ x is equal to x1 എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ കേട്ടോ. ഇന്റർസെക്ട് C at R. The line x is equal to x2 intersect C at S such that y coordinates of R and S are positive. Okay. Angle ROM is pi by 6. Angle ISOM is pi by 3. Where O denotes the origin. Let mod xy denote the length of the line segment xy which of the following is true. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മളെപ്പോഴും ഞാൻ പറയാറുള്ളൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ കോണിക് സെക്ഷനൊക്കെ പ്രത്യേകിച്ച് വരുമ്പോൾ ആക്ച്വൽ ന്യൂമറിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ അവസാനം വരെ കാത്തു വയ്ക്കുക പറ്റണോടത്തോളം. എന്താ കാര്യം വെച്ചാൽ നമുക്ക് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരുത്താതിരിക്കാനാണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആ പടം വരച്ചിട്ടുണ്ട്. എക്സ് സ്ക്വയർ ബൈ 9 പ്ലസ് വൈ സ്ക്വയർ ബൈ 4 ഇസ് ഈക്വൽ ടു 1. അപ്പം നമ്മുടെ എലിപ്സ് ഇതാ ഇങ്ങനെയാണ്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, എ വാല്യൂ 3 ആണ്, ബി വാല്യൂ 2 ആണ്. അതൊക്കെ എടുത്തിട്ടുണ്ട്. ആൻഡ് ഇവർ പറയുന്ന സർക്കിൾ ഉണ്ട്. ആ സർക്കിൾ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓക്സിലറി സർക്കിൾ ആണ് തന്നിരിക്കുന്നത്. അതുപോലെ ഇതാ ഇവിടെ എം എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ട്. അത് A,0 ഒക്കെ തന്നിട്ടുണ്ട്. ഇനി അവർ പറയുന്ന സംഭവങ്ങൾ നോക്കിക്കുക. സപ്പോസ് ദ ലൈൻ എക്സ് ഇസ് ഈക്വൽ ടു x1 ഇന്റർസെക്ട്സ് C at R. അതേപോലെ ആംഗിൾ ROM പൈ ബൈ 6. അതായത് ഇതാ പൈ ബൈ 6 ആംഗിൾ വരുന്ന രീതിയിൽ ഇതാ ദിസ് ഇസ് യുവർ x1, 0. ഈ സർക്കിളിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ആ സർക്കിളിൽ ഇന്റർസെക്ട് ചെയ്യുന്നത് ഏത് പോയിന്റിലാണ്? ആർ എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. ആൻഡ് അവർ പറയുന്നുണ്ട് ഈ ആംഗിൾ പൈ ബൈ 6 ആണെന്ന് പറയുന്നുണ്ട്. ലെറ്റ്സ് കോൾ ഇറ്റ് ആൽഫ. അപ്പം ആൽഫ എന്ന് പറഞ്ഞ സാധനം പൈ ബൈ 6 ആണ്. ആൻഡ് സിമിലർലി ഒരു പ്രോസസ്സും കൂടി അവിടെ നടക്കുന്നുണ്ട്. എന്താണ്? ദ ലൈൻ എക്സ് ഇസ് ഈക്വൽ ടു x2 ഇന്റർസെക്ട്സ് C at S. അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? എക്സ് ഇസ് ഈക്വൽ ടു x1 കോർഡിനേറ്റ് ആകുമ്പോൾ കറസ്പോണ്ടിംഗ്ലി x1 കോർഡിനേറ്റ് ആയിട്ടുള്ള എലിപ്സിലെ പോയിന്റ് P ആ. സോ ദിസ് ഇസ് പോയിന്റ് P ആണ്. ദിസ് ഇസ് x1, y1. ഓക്കെ, ദിസ് ഇസ് x1, y1. ഇനി അടുത്ത കാര്യം നോക്കിക്ക്. ഇതേപോലെ സിമിലർ പ്രോസസ് നടക്കുന്നത് എന്താണ്? ദ ലൈൻ എക്സ് ഇസ് ഈക്വൽ ടു x2 ഇന്റർസെക്ട് C at S. ഓക്കെ, അതെ വേറൊരു ലൈൻ ഞാൻ വരയ്ക്കുകയാണ്. ഇതാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ആൻഡ് ഈ ആംഗിൾ അവർ പറയുന്നുണ്ട് അതെന്താ? BT എന്ന് പറയുന്നുണ്ട്. ഇത് S ആണ്. ആൻഡ് കറസ്പോണ്ടിംഗ്ലി നമുക്കറിയാം ആ പോയിന്റ് ഏതായിരിക്കും? ഈ എലിപ്സിലെ പോയിന്റ് Q ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ആൻഡ് ബൈ ദ വേ ദിസ് പോയിന്റ് ഇസ് x2, 0. ആൻഡ് ഓപ്ഷനിൽ ഈ N1നെ N2നെ ഒരു പേര് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ N1. ദിസ് ഇസ് യുവർ പോയിന്റ് N1. ദിസ് ഇസ് യുവർ പോയിന്റ് N2. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ പോയിന്റുകളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം. ഈ N1 എന്ന് പറഞ്ഞ സാധനം x1, 0 ആണ്. ഓക്കെ, ഈ N2 എന്ന് പറഞ്ഞ സാധനം അതുപോലെ P എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്? x1, y1 ആണ്. ഓക്കെ, ഇനി ഇതിന് ആറും പി ഒക്കെ ആൽഫയുടെയും എൻ്റെയും ബീൻ്റെ ടേംസിൽ വളരെ എളുപ്പത്തിൽ എഴുതാം. കാരണം ആ ആംഗിൾ ആൽഫ ആയതുകൊണ്ട് ആറിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് A cos ആൽഫ, അതുപോലെ A sin ആൽഫയാണ്. പിന്റെ കോർഡിനേറ്റ്സോ? പിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് A cos ആൽഫ, B sin ആൽഫ ആയിരിക്കും. ഓക്കെ, ആൻഡ് N1ന്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? N1ന്റെ കോർഡിനേറ്റ്സ് പറയുന്നത് A cos ആൽഫ, 0 ആണ്. അത്രേ ഉള്ളൂ സംഭവം. അതേപോലെ നമുക്ക് എന്താണ് എസും ക്യൂ എഴുതാം കേട്ടോ. അപ്പോൾ ഇവിടെ എസ് എന്ന് പറഞ്ഞ സാധനം അതിന്റെ കോർഡിനേറ്റ്സ് പറയുന്നത് A cos ബീറ്റ, A sin ബീറ്റ ആയിരിക്കും. ക്യൂവിന്റെ കോർഡിനേറ്റ്സോ? ക്യൂവിന്റെ കോർഡിനേറ്റ്സ് പറഞ്ഞത് A cos ബീറ്റ, B sin ബീറ്റ ആണ്. ഓക്കെ, ആൻഡ് യുവർ N2ന്റെ കോർഡിനേറ്റ്സ് A cos ബീറ്റ, 0 ആണ്. ഇതെല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇത് ആക്ച്വൽ വാല്യൂസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ന്യൂമറിക്കൽ കാൽക്കുലേഷൻ ഒന്നും ഞാൻ ഇപ്പം ചെയ്യുന്നില്ല. ഓക്കെ, ഇനി അവരെന്താ കണ്ടുപിടിക്കാൻ പറയുള്ളത് നമുക്കൊന്ന് നോക്കാം. അവർ കണ്ടുപിടിക്കാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ് P and Q. അപ്പോൾ ഓഫ് കോഴ്സ് ലൈനൊന്നും മുഴുവൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, സ്ലോപ്പ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. കാരണം സ്ലോപ്പ് ഇതിൽ നിന്ന് ഫിഗർ ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ആയല്ലോ. അപ്പോൾ പിന്റെയും ക്യൂവിൻ്റെയും സ്ലോപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ PQ എന്ന് പറഞ്ഞ ലൈനിന്റെ സ്ലോപ്പ്, അപ്പോൾ MPQ സ്ലോപ്പ് ഡിഫറൻസ് ഇൻ y കോർഡിനേറ്റ്സ് പറഞ്ഞ സാധനം B
sin alpha minus b sin beta divided by a cos alpha minus a sin beta. Okay, അപ്പോൾ ദിസ് ഇസ് ബി ബൈ എ ടൈംസ് ആക്ച്വൽ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ആൽഫയും ബീറ്റ എന്താണ്? കോംപ്ലിമെന്ററി ആംഗിൾസാണ്. ബീറ്റ എന്ന് പറഞ്ഞ സാധനം പൈ ബൈ 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൽഫയും ബീറ്റ എന്താണ്? കോംപ്ലിമെന്ററി ആംഗിൾസാണ്. അപ്പോൾ സൈൻ ആൽഫ മൈനസ് സൈൻ ബീറ്റ ഡിവൈഡ് ബൈ കോസ് ആൽഫ മൈനസ് സൈൻ ബീറ്റയാണ്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം വെച്ചാൽ സൈൻ ആൽഫയും അതുപോലെ തന്നെ ഇവിടെ സൈൻ അല്ല, ഇവിടെ കോസാണ്. ഇവിടെ സൈൻ അല്ല കേട്ടോ, കോസാ വരാം, കോസ് ബീറ്റ. നമ്മൾ ന്യൂമറിക്കൽ എറർ ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യണം കേട്ടോ. സി ദിസ് ഇസ് കോസ് ബീറ്റ. ഓക്കെ, അപ്പോൾ സൈൻ ആൽഫയും കോസ് ബീറ്റയും ഈക്വൽ ആണ്, കോസ് ആൽഫയും സൈൻ ബീറ്റയും ഈക്വൽ ആണ്. അപ്പോൾ ഇത് -1 ആയി. അപ്പോൾ റേഷ്യോ സ്ലോപ്പ് വരാൻ പോണത് ബി ബൈ ആണ്, മൈനസ് ബി ബൈ ആണ്, മൈനസ് ബി ബൈ. അപ്പോൾ മൈനസ് ബി ബൈ എന്ന് പറയുമ്പോൾ -2/3 ആണ് വരിക. -2/3 നോക്കിയാൽ മതി. യെസ്, -2/3 ഉള്ളത് ഇതാണ്, ഇതല്ല ആൻസർ. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്തു, നമ്മൾ സ്ലോപ്പ് മാത്രം കണ്ടുപിടിച്ചു. ഇനി ആക്ച്വൽ സാധനം കൂടി നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ആക്ച്വൽ ഇക്വേഷൻ കൂടി കണ്ടുപിടിക്കാം. നമ്മുടെ കയ്യിൽ സ്ലോപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി ഏതെങ്കിലും ഒരു പോയിന്റ് ഉപയോഗിച്ച് നമുക്കത് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. സ്ലോപ്പ് കിട്ടിയതിന് ശേഷം ഇത് നിർബന്ധമായിട്ടും കറക്റ്റ് ആവണം നിർബന്ധമൊന്നുമില്ലല്ലോ. കാരണം 1 or more than എന്ന് പറയുമെങ്കിലും ഒക്കെ എന്താണ്, ഈ രണ്ടെണ്ണം ഇതിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആവാതിരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഉറപ്പിന് വേണമെങ്കിൽ ചെയ്യാം, ഇവർ പറ്റിക്കുകയാണെങ്കിലൊക്കെ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എ കോസ് ആൽഫ ബി സൈൻ ആൽഫയാണ്. ഓക്കെ, ആൽഫ നമ്മൾ പറഞ്ഞ സാധനം 30 degrees ആണ്. സോ എ എന്ന് പറഞ്ഞ സാധനം 3 ആണ്. 3 കോസ് 30 degrees, അതുപോലെ 2 സൈൻ 30 degrees. സോ ഈ പോയിന്റ് 3√3/2, 1 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? y - 1 ഡിവൈഡഡ് ബൈ എക്സ് - 3√3/2 ഇസ് ഈക്വൽ ടു -2/3 എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3y - 3 ഇസ് ഈക്വൽ ടു -2x പ്ലസ് 3√3. അപ്പോൾ 3y + 2x ഇസ് ഈക്വൽ ടു 3 + 3√3. ഒരു സമാധാനത്തിന് വേണ്ടി ചെയ്തതാണ് 3 + 3√3. ഇത് കറക്റ്റാണ്. ഇനി അടുത്തത് അവര് N1P/N1R റേഷ്യോയും N2Q/N2S റേഷ്യോ ആണ്. അത് നമുക്ക് വേഗം ചെയ്യാം. അപ്പോൾ ഇവിടെ അത് നോക്കിക്കൊണ്ട് പറയാലോ നമുക്ക്. N1P/N1R റേഷ്യോ, N1R റേഷ്യോ, N1P/N1R റേഷ്യോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ N1P എന്ന് പറയുമ്പോൾ നമുക്കിതാ ഈ ലെങ്ത് ആണ്, x1, 0 നിന്ന് x1, y1 അപ്പോൾ നമ്മളിത് ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ആ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ബി സൈൻ ആൽഫയാണ്. ബി സൈൻ ആൽഫ ഡിവൈഡ് ബൈ N1R എന്ന് പറയുമ്പോൾ അതുണ്ടാവും എ സൈൻ ആൽഫ ആയിരിക്കും. അപ്പോൾ ആ റേഷ്യോ എന്ന് പറയുന്നത് B/A റേഷ്യോ ആണ്. ഓക്കെ, B/A റേഷ്യോ ആണ്. അപ്പോൾ 2/3 ആണ് അതിൻ്റെ ഉത്തരം വരാം. ഇവിടെ പക്ഷെ അവർ തന്നിരിക്കുന്നത് 4/9 ആണ്. ഇത് തെറ്റാ. ഓക്കെ, ഇനി രണ്ടാമത്തത് ഇതേപോലെ തന്നെ ആയിരിക്കും. ഇതേപോലെ അവർ ചോദിച്ചിരിക്കുന്നത് N2Q ഡിവൈഡഡ് ബൈ N2S ഈ റേഷ്യോ. N2Q/N2S റേഷ്യോ എന്ന് പറഞ്ഞ സാധനം N2Q/N2S റേഷ്യോ. അപ്പോൾ N2Q എന്ന് നമുക്ക് പറയുമ്പോൾ ഇവിടെ ആക്ച്വലി കിട്ടാൻ പോണത് ബി സൈൻ ബീറ്റ ഡിവൈഡഡ് ബൈ എ സൈൻ ബീറ്റ എന്ന് വരും. അഗെയിൻ B/A റേഷ്യോ ആണ്, മൈൻഡിലെല്ലാം ചെയ്യാം. ദിസ് ഇസ് B/A അഗെയിൻ. സോ ഇത് കറക്റ്റ് ആണ്. ദിസ് ഇസ് കറക്റ്റ്. എ ആൻഡ് സി ആണ് കറക്റ്റ് ആൻസേഴ്സ്. നമ്മൾ ന്യൂമറിക്കൽ കാൽക്കുലേഷൻ മിനിമൈസ് ചെയ്ത് ഏറ്റവും മിനിമൈസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ആക്ച്വലി ചെയ്യാതെ തന്നെ മൈൻഡിൽ ചെയ്യാവുന്ന രീതിയിലാണ് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.